നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഇപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ മുഴുവൻ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാന നാളുകളിലാണ് നമ്മൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയത്. മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള മുഴുവൻ പേരുകളും ഒന്നുകിൽ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ റേഷൻ കാർഡിലെ ഇ-പാസ് മെഷീൻ വഴിയോ നമ്മൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏകദേശം 80% ആളുകളും പൂർത്തിയായ സമയത്താണ് സർക്കാർ ഇങ്ങനൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുമുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള മുഴുവൻ ആളുകൾക്കും സബ്സിഡി നിരക്കിലാണ് റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനധികൃതമായി ആരും റേഷൻ സാധനങ്ങൾ വാങ്ങാതിരിക്കാനാണ് സർക്കാർ മസ്റ്റിംഗ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. നമ്മൾ 90%, 80% ആളുകളും മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പല കാർഡുകളിലും ഇനിയും മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത 1-2 ആളുകളുണ്ട്. അതിൽ കുറച്ച് ആളുകൾ മരണപ്പെട്ടു പോയ ആളുകളായിരിക്കാം. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ വിദേശത്തുള്ള ആളുകൾക്കും മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാർഡുകളിൽ സർക്കാർ ഒരു അന്വേഷണം നടത്തുകയാണ്. അന്വേഷണത്തിന് ശേഷം അവർ എന്തുകൊണ്ടാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കാത്തതെന്ന് ശ്രദ്ധ നടത്തും. ആളുകൾ മരണപ്പെട്ടിട്ടും അവരുടെ പേരിലുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവരുടെ റേഷൻ കാർഡ് പിടിച്ചെടുത്ത് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ അടയ്ക്കേണ്ടി വരും. അതിനുശേഷം അവരുടെ കാർഡ് ചിലപ്പോൾ വെള്ളയിലേക്കോ നീലയിലേക്കോ മാറാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കാം. റേഷൻ കാർഡിൽ നിന്നും മസ്റ്റിംഗ് ചെയ്യാത്ത മരണപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുക. നമ്മൾ സ്വമേധയാ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം വാങ്ങിയ അരിയുടെ ഫൈൻ മാത്രം അടച്ചാൽ മതിയാകും. നമ്മുടെ കാർഡ് പിന്നെയും ചുവപ്പിൽ തന്നെ നിലനിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ ഇപ്പോഴും കാർഡിൽ വിദേശത്തുള്ള ആളുകളുടെ പേര് NRK എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ NRK രേഖപ്പെടുത്തുക. ഇക്കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് അത്രയും നന്നായിരിക്കും. പല ആളുകളും മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടും 1-2 ആളുകൾ റേഷൻ കാർഡിൽ ബാക്കിയുണ്ട്. അങ്ങനെയുള്ള കാർഡുകൾ പ്രത്യേകം അന്വേഷണം നടത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മരണപ്പെട്ടു പോയ വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പേര് ഒഴിവാക്കാൻ മരണ സർട്ടിഫിക്കറ്റുമായി അക്ഷയ കേന്ദ്രത്തിൽ ചെന്നാൽ മതിയാകും. അതിനുശേഷം നമ്മൾ എത്രയും കാലം വാങ്ങിയ അരിയുടെ ചെറിയ രൂപത്തിലുള്ള ഫൈനുകൾ നമ്മൾ അടയ്ക്കേണ്ടി വരും, നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടി വരും. ആ ഫൈനിൻ്റെ കോപ്പി കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവൽ ആവുകയും അവരുടെ പേര് ഒഴിവാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തി കാർഡിൻ്റെ ഓണറായിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന അംഗത്തെ ഓണറാക്കി നമുക്ക് അവരെ ഒഴിവാക്കാൻ സാധിക്കും. ഇതേ പ്രൊസീജിയർ തന്നെയാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന സർക്കാർ തീരുമാനമാണ്. മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളോട് പ്രത്യേകം പറഞ്ഞിരുന്നു, മസ്റ്റിംഗ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേര് ഒഴിവാക്കുക. അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുടെ പേര് NRK എന്ന് രേഖപ്പെടുത്തുക. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്ത ആളുകൾക്ക് പ്രത്യേക ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അല്ലാത്ത ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമേ നമ്മുടെ ചാനൽ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.